ഇടുക്കി തൊടുപുഴ കുമാരമംഗലത്ത് പാമ്പ് ഭീഷണിയിൽ ഒരു ഗ്രാമം. MVIPയുടെ കനാൽ പരിസരം കാട് പിടിച്ച് കിടക്കുന്നതാണ് പ്രതിസന്ധി. പലതവണ പരാതി നൽകിയിട്ടും കാട് വെട്ടിത്തെളിക്കാൻ നടപടിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിയുടെ കനാലിന്റെ ഇരുവശവുമാണ് കാട് മൂടിക്കിടക്കുന്നത്. പലതവണ നാട്ടുകാർ ഇവിടെ പാമ്പിനെ കണ്ടു. കാല് വെക്കുന്നിടത്ത് പാമ്പുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ പേടിച്ചിട്ട് നടക്കണത്. എന്തോരം പേടിച്ചാൽ ഞങ്ങൾ പിള്ളേരെ കൊണ്ട് നേഴ്സറി പോണതും വരുന്നതും. ഉച്ച സമയത്ത് സന്ധ്യ സമയത്താണ് ഏറ്റവും കൂടുതൽ. ഇതൊന്ന് വെട്ടാൻ പറയാൻ പഞ്ചായത്തിൽ പറഞ്ഞിട്ടോ ഇതൊന്നും ഒരു നടപടിയുള്ള കേസല്ല. ഞങ്ങൾക്ക് ശരിക്കും വിശ്വസിച്ചൊരു ജനല് പോലും തുറന്നിടാൻ പറ്റുന്നില്ല. വീട്ടിൽ 1-2 പേരൊക്കെ കാണുള്ളൂ. അപ്പം എപ്പോഴാണ് ഇവരൊക്കെ ഇഴഞ്ഞു കയറി അകത്ത് കയറുന്നതെന്ന് പേടിച്ചുകൊണ്ട് ചെടിച്ചട്ടി അതെല്ലാം ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പുറത്തേക്കിറങ്ങുന്നത് വലിയ ആശങ്കയിലാണ്. ഈ കനാലിൻ്റെ സൈഡിൽ കൂടി മുഴുവൻ പാമ്പ് കിടക്കുന്ന ഒരവസ്ഥയാണ്. വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. ഈ കാടുകൾ കണ്ടാൽ എത്രയോ തവണ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടും ഒന്നും വെട്ടാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഇത് വെട്ടാനുള്ള ഒരു അനുവാദം നാട്ടുകാർക്ക് കൊടുത്താൽ പോലും അവർ വെട്ടിയാൽ അതുപോലും ചെയ്യുന്നില്ല. പാമ്പ് ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് രാത്രിയിലൊന്നും ഇതിൽ ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇനി കനാലിൻ്റെ 2 സൈഡ് ഞങ്ങൾക്കൊന്ന് ക്ലീനാക്കി തന്നാൽ നന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റോഡ് 2 വീലറിനൊക്കെ പോകുമ്പോൾ തെറിക്കോ വണ്ടി. ഞങ്ങൾക്ക് റോഡൊന്ന് ശരിയാക്കി തരുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. പിള്ളേർക്ക് ഇതിലൊന്നും ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരില്ല, വഴി കൊള്ളില്ലാത്തത് കൊണ്ട്. MVIPക്ക് പരാതി നൽകിയപ്പോൾ കാട് വെട്ടിത്തെളിക്കേണ്ടത് പഞ്ചായത്ത് എന്നാണ് മറുപടി ലഭിച്ചത്. എന്നാൽ കാട് വെട്ടിത്തെളിക്കാൻ ഫണ്ടില്ല എന്നാണ് കുമാരമംഗലം പഞ്ചായത്തിന്റെ വിശദീകരണം. പാമ്പ് ശല്യം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.